ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും പറയണേക്ക മഴ പെയ്ത് റെഡ് അലർട്ട് സമയത്തൊക്കെ കക്കാടം വഴിയിൽ അടിപൊളി വൈബാണെന്ന്. അപ്പം ഞമ്മക്കൊന്ന് വൈബിന് പോയി നോക്കിയാലോ? കമോൺ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ എത്തിയിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയൊക്കെ വന്നത്. നല്ല കോട മൂടിയ അന്തരീക്ഷം. അന്ന് ഏകദേശം 1 മണി 1:15 സമയമാണ് കേട്ടോ. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അടിയിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചാൽ ചില്ലടിച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യണം. ഭയങ്കര കോട, ആൾക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ. നമ്മൾ പോയത് അരീക്കോട് വഴി അങ്ങനെയാണ് കേട്ടോ കക്കാടം വഴിക്ക് പോയത്. അപ്പം കാര്യമായിട്ട് കാണാനായി ഒന്നുമില്ല, പക്ഷെ കോട അങ്ങനത്തെ സംഭവമൊക്കെ മഴ പെയ്യുന്ന സമയത്ത് എല്ലാം അടിപൊളി വൈബാണ് അവിടെ. അപ്പോൾ ഇത് ഏകദേശം 4 മണി 5 മണി സമയത്താണ് അവിടെ ഫുള്ള് കോടിറങ്ങി നല്ല ബ്യൂട്ടിഫുള്ളായി നിൽക്കട്ടോ. പോകണവർ ശ്രദ്ധിക്കണം. ആ ഒരു 4 മണി 5 സമയത്ത് അവിടെ എത്താൻ കണ്ട് പോകണേ. അപ്പോഴാണ് അവിടുത്തെ വ്യൂ. കാരണം ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും സംഭവം കോടയൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി വൈബ് ഒരു 4 മണി 5 മണി സമയത്ത് രാവിലെ കണ്ടോ. ചെക്കന്മാരൊക്കെ ഫുള്ള് സ്കൂട്ടിമ്മ ചില്ലടിച്ച് പോവാണ് കണ്ടോ. റോട്ടിൽ കൂടെയൊക്കെ കോടയൊക്കെ ഇറങ്ങി നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല ചാറ്റൽ മഴയും. അപ്പോൾ ഈ സമയത്താണ് ട്രാവൽ ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സമയം. കാരണം ചെറിയൊരു ചാറ്റൽ മഴയും അങ്ങനെ കൈക്കൊണ്ട് ആണ് ഈ ചുരം കയറുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി വൈബല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ പോണതാണ് കേട്ടോ ഇഷ്ടം. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ കാര്യമായിട്ട് കുരിശുമല മാത്രമേ അവിടെ കാണാനുള്ളൂ. കുരിശുമലക്ക് റെഡ് അലർട്ട് ആയതുകൊണ്ട് പ്രവേശനവും ഇല്ല. അപ്പോൾ അവിടെ മെയിൻ റോഡിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു മല ഉണ്ട്. അങ്ങോട്ടാണ് എല്ലാവരും കാണാൻ പോകുന്നത്. റെയിൻകോട്ടൊക്കെ ഇട്ട് നല്ല മഴയും കാറ്റുള്ള സമയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് മലൻ്റെ നോക്ക് കയറിപ്പോകണം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വൈബുള്ള സ്ഥലം. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും കയറി പോയിട്ടില്ല. കാരണം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൻകോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ചെറിയ മക്കളാണ്, പെട്ടെന്ന് അസുഖം വരില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. കണ്ടോ നമ്മളെ ഹാമിത് കുട്ടന് എല്ലാ ട്രാവലിങ്ങും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. മയത്തുള്ളി മേത്ത് കിട്ടും. അവന് ഭയങ്കര എന്തോ ഒരു ഹാപ്പിനെസ്. കാരണം അവൻ അവിടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. റോഡിലൊക്കെ കോട ഇറങ്ങിയിട്ട് എന്താ ബ്യൂട്ടിഫുൾ എന്നറിയോ. കാരണം അവിടെ ഇവിടെയും ചെറിയ ചെറിയ അരുവികളും ചോലകളൊക്കെ ഉണ്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ബ്ലോക്ക് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഇങ്ങോട്ട് കയറിൻ്റെ മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാവും. കാരണം ഇവിടെയൊക്കെ പിന്നെ അധികം ഹോട്ടൽസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ഹോട്ടൽസ് ഉള്ള അവിടെയൊക്കെ ഫുഡും കുറവായിരിക്കും. നമ്മൾ കരുതുന്നതൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങി നിന്ന് കണ്ട് ആ പാറൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ബൈക്കിലാണ് ഏറ്റവും അടിപൊളി. ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് മഴക്കാലത്ത് പ്രത്യേകിച്ച് ബൈക്കും അടിപൊളിയാട്ടോ. കാറിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ബൈക്കോ. റോട്ടിലേക്കൊക്കെ കോടമഞ്ഞ് ഇറങ്ങി. ഇത് ഞാൻ ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും ബ്യൂട്ടിഫുള്ളാണ് കക്കാടം പുഴ. ഒരു വയനാടിൻ്റെ ഒക്കെ ഒരു ഫീല് പറയല്ലോ, അതേപോലെയാണ്. നല്ല അടിപൊളി കാടും മലയും ചെറിയ ചെറിയ അരുവികളും. എന്താ പറയാം. ഞങ്ങളങ്ങനെ ഒന്ന് വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ജസ്റ്റ് കയറി. വീണ്ടും കണ്ടോ ഹസീമു മോനെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്യണം. മോനെ കുറേ നേരം കളിപ്പിച്ചിരുന്നു. പിന്നെ ചില സ്ഥലങ്ങൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ കോടുള്ളൂ. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ വയനാട് ചെല്ലുമ്പോഴും ആ കയറി ചെല്ലണ ആ ഭാഗത്ത് മാത്രമേ കോട കണ്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് കോട കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്തത്. അറിഞ്ഞോല്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. കാരണം മഴക്കാലം ആയാൽ എല്ലാവരും ഇവിടെയാണ്. മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ. വെയിലറച്ചാൽ പിന്നെ രസമല്ല സംഭവം. ഞങ്ങൾ കയറിയ റൂട്ട് കുറച്ച് തെറ്റിപ്പോയിക്കണം. അപ്പോൾ ഞങ്ങൾ വളഞ്ഞ് കുടിക്കുകയാണ് ചെയ്തത്. കുറച്ചങ്ങോട്ടേ ഉള്ളൂ പോവാൻ. പക്ഷേ ഞങ്ങളൊന്ന് വളഞ്ഞു മൂക്കുടിച്ചു പോയി. എത്ര പോയാലും ഞങ്ങൾക്ക് വഴി തെറ്റും. കാരണം കക്കാടം വഴിക്ക് പല റൂട്ടും ഉണ്ട്. ഓരോരുത്തർക്കും അയിക്കൂടി പോയാൽ എത്തും, ഇതിൽ കൂടെ പോയാൽ എല്ലാ റൂട്ടും കൂടി കക്കാടം വഴിയിൽ എത്തും. പക്ഷെ ഇത് കുറച്ച് വളഞ്ഞ് മൂക്കുടിച്ച റൂട്ടാണെന്ന്. മൂപ്പര് പിന്നെ മസിലും പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ കുറേ ചളയൊക്കെ അടിച്ച് നോക്കി ഒന്ന് ചേർപ്പിച്ചാണ്. പക്ഷെ മൂപ്പര് ചിരിക്കണില്ല. എന്താണാവോ. ഇതൊക്കെ തന്നെ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളൂ. പിന്നെ ആ മലേൻ്റെ മുകളിൽ കയറുക, അത് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സാളായിട്ട് വരുമ്പോൾ കാര്യമായിട്ട് വൈബ് ചെക്കന്മാർക്കാണ്. ആ മല കയറുക, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക, കാര്യമായിട്ട് അതാണ്. ഫോട്ടോസൊക്കെ എടുത്ത് ഇതാക്കുക. കണ്ടോ ഇവരുണ്ടാലും മുന്നിൽ നിന്ന് കുറുമ്പ് കാട്ടണത്. സോറി, നമ്മളെ ടോപ്പിക്കിൽ നിന്ന് വൈകിപ്പോയി. ആണോ ഓരോ
പിന്നെ അതാ ഞങ്ങളത് ഈ പെരും തണുപ്പത്ത് നമ്മൾ കക്കാടംപൊയിലെത്തി. പെരും തണുപ്പത്ത് നമ്മൾ അടിപൊളി ഐസ്ക്രീം കഴിച്ചു. ഞാൻ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ഹാമി സ്ട്രോബെറി ഒക്കെ വാനില ഐസ്ക്രീം മതി പറഞ്ഞ് വാനില വാങ്ങിക്കൊടുത്തു. എന്താ തണുപ്പ്. മഴ ഐസ്ക്രീം വൈബ് പൊള്ളിയല്ലേ. നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണ് ഈ താഴെ കമൻറ്റ് ചെയ്യണേ. അല്ല തീറ്റയാണ്. അങ്ങനെ ഐസ്ക്രീമും തിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോന്നു. അവിടെയും കുറേ നേരം അരമണിക്കൂറോളം വണ്ടി നിർത്തിയിട്ടു. കുറേ ആൾക്കാരുണ്ട്. 4 മണി 5 സ്ഥലത്തൊക്കെ പെരും തിരക്ക് കൂടി വരും. ആൾക്കാർ ആ സമയത്തൊക്കെയാണ് കയറി വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കയറിയത് അരീക്കോട് ആ റൂട്ടിൽ കൂടെയാണ്. നമ്മൾ ഇറങ്ങുന്നത് നിലമ്പൂർ റൂട്ടിൽ കൂടെയാണ്. അവിടെ റോഡ് മഹാമോശമാണ്. പറഞ്ഞാൽ മഹാമോശമാണ്. ജീപ്പും കൊണ്ടൊക്കെ വരുമ്പോഴും പ്രശ്നമില്ല ഇങ്ങനത്തെ റോഡാകുമ്പോൾ. അടിയിൽ കുണ്ടുകുഴി, ഭയങ്കര കുണ്ടുകുഴി. അടിയിൽ വണ്ടിമേലൊക്കെ എന്തൊക്കെയോ അടി തട്ടിയോ സംശയമുണ്ട്. ഭയങ്കര ഒച്ച കേട്ടിന്. ഇറങ്ങണീൻ്റെ ഇടയിൽ നമ്മൾ അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടേ. ബൈക്കുമ്മല്ലോൽക്ക് അവിടെ നിർത്തിടാൻ പറ്റുള്ളൂ, അത്രയും സ്പേസ് ഉള്ള അവിടെ. അപ്പോൾ നമ്മളവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ നമ്മളെ ഫോണിൽ എത്രത്തോളം സൂം ചെയ്താൽ കിട്ടുന്നില്ലോ നോക്കാൻ നമ്മൾ സൂം ചെയ്തപ്പോൾ നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എടുത്തിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ ആണ് വരുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ശരിക്കും കറക്റ്റ് പിടിച്ച് മൂപ്പര് സൂം ചെയ്തെടുത്ത് തന്നു കേട്ടോ. നല്ല അടിപൊളി വാട്ടർഫോൾസ് അല്ലേ. അത് ഫോണൊക്കെ അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ കണ്ടതാണ്. നമ്മളെ ഫോണിൽ എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ അത് സൂം ചെയ്തെടുത്തപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഞങ്ങൾ വേഗം പോകും. പിന്നെ അത് സൂം ചെയ്തിട്ട് ഞങ്ങൾ പോകും. ഇപ്പോൾ വ്യൂ പോയിന്റിൽ ഇഷ്ടംപോലെ ആൾക്കാർ ബൈക്കും എല്ലോലൊക്കെ വണ്ടി നിർത്തിയിരിക്കുന്നു കേട്ടോ. കാറിലെല്ലോർക്ക് പോയിട്ട് പ്രത്യേകിച്ചൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം വണ്ടിയൊക്കെ നിർത്തി എല്ലായിടത്തും ആസ്വദിച്ച് വേണമെങ്കിൽ അത് ബൈക്കുമ്പോൾ തന്നെ പോകണം. ആ വ്യൂ പോയിന്റ് കുറേ അങ്ങോട്ട് ഞങ്ങളത് കണ്ടു. പിന്നെ അത് വന്നെത്തുന്ന സ്ഥലവും ഞങ്ങൾ കണ്ടു. അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകണ്ട. അതൊന്നും പോലീസുകാർ കാണാത്തതുകൊണ്ട് എന്താ നമുക്കറിയാം. ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനവും റാഹത്തും. പിന്നെ ബൈക്കും കുണ്ടും കുഞ്ചൊക്കെ കടന്ന് നമ്മൾ പോന്നു. പക്ഷെ പൊതുവെ ഇങ്ങനത്തെ വ്യൂ പോയിന്റ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര കുത്തിക്കുലുക്കം പിടിച്ച ഇതല്ലേ കാരണം. അതാക്കണം അടുത്ത വാട്ടർഫോൾസ്. ചെറിയ അരുവികളാണ്. പക്ഷെ കാണാൻ ഭയങ്കര ഈ മഴക്കാലത്ത് വരുമ്പോഴത് കാണാൻ ഭംഗിയുള്ള. ചൂട് കാലത്ത് ഒരു കാലത്ത് വന്നിട്ട് കാര്യമില്ല. കാരണം അതൊന്നും കാണൂല. ഒരു വെയിലിങ്ങനെ ഉണ്ടാവുന്നില്ല. ഈ സമയത്ത് വരികയാണെങ്കിൽ വരണം. എപ്പോഴാണ് അടിപൊളി. ആ പോണ വയ്ക്കാൻ ആ മറ്റേ വാട്ടർഫോൾസ് വന്ന് ഒഴുകണ സ്ഥലം ഇങ്ങനെ നോക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്നാണ് ഈ സ്ഥലത്ത് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരുത്തർ ഇറങ്ങി കയറുന്നത് കണ്ടു കേട്ടോ. അറിയില്ല ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മളെന്തായാലും ഇറങ്ങിയിട്ടില്ല. എന്തായാലും അപകടം പിടിച്ച ഏരിയല്ലേ, ഇറങ്ങാനാവില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറേ മുളങ്കോട്ട കൂടെയൊക്കെ പോയിട്ടോ. ഇവിടെ ജാതിക്ക, അതേപോലെ കാപ്പിക്കുരു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൃഷിയുണ്ട്. കൊക്കോ ഇങ്ങനത്തെ ഒക്കെ ഇത് റോഡ് സൈഡുകൾ കൂടുതലേ കാണുന്നത്. അതേപോലെ മൂച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഈ മുളങ്കാട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ നമ്മൾ നേരെ വിട്ടു ആട്ടിയമ്പാറയ്ക്ക്. അവിടെ ഒന്നും അപ്പോൾ നമ്മൾ പിന്നെ ആട്ടിയമ്പാറയ്ക്ക് പോയി. ആട്ടിയമ്പാറയിൽ അവിടുത്തെ വാട്ടർഫോൾസ് കാണിച്ചു കേട്ടോ. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇവിടെ കച്ചവടക്കാർ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാരി കുത്തിയൊഴുക്കാണ് ഇവിടെ. കാരണം വിട്ടെന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ എടുത്ത് ഭയങ്കര കുത്തിയൊഴുക്കാണ്. അങ്ങോട്ട് ഇറങ്ങാനും കൂടി പേടിയാണ്. കണ്ടിട്ട് തന്നെ പേടിയാവും. നമ്മൾ ഒന്നെണ്ണം നിർത്തിയാൽ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അവിടെ ഫാമിലീസൊക്കെ ഇറങ്ങിയിട്ട് അവിടെ അങ്ങനെ ഒരു ഫാമിലി എങ്ങാണ്ട് നിൽക്കണ കണ്ടു കേട്ടോ. പക്ഷെ അവർ ഇറങ്ങണമെന്നില്ല. അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആട്ടിയമ്പാറയിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അത് കാണാൻ ജസ്റ്റ് പോകുന്നതാണ്. പിന്നെ നമ്മളങ്ങനെ പോയി. ഇവിടെ എന്താ പറയുക, ഇവിടെ അങ്ങനെ മഴൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല കേട്ടോ. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വെയിലിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞങ്ങൾ കണ്ടത്. ഈ ഭാഗത്തൊന്നും മഴയില്ല. ആട്ടിയമ്പാറ ഭാഗത്തൊക്കെ വെയിലാണ്. പിന്നെ ആട്ടിയമ്പാറ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ മൂഞ്ചി പോയി ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ അടിച്ചപ്പോൾ നിലമ്പൂർ ഏകദേശം എത്താനായിക്കണം. അപ്പോൾ നിലമ്പൂർ എത്തി. പിന്നെ നമ്മൾ ചായ കുടിച്ചാൽ കയറി കുഞ്ഞു ക്ലിപ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് സ്നാക്സിൻ്റെ കടയിലൊക്കെ ഭയങ്കര തിരക്കാണ്.
അപ്പോൾ കുറേ തപ്പിത്തന്നെ ഒന്നിൽ കയറിയപ്പോൾ എന്തൊക്കെ ഫ്രൈഡ് ചിക്കന് അങ്ങനെ 25 റുപ്യേൻ്റെ വിങ്സ് ഉണ്ടാവുമല്ലോ, അത് ഒരു 4-5 വാങ്ങിച്ചു. കാടമുട്ട മസാലയിൽ ഉപ്പ് പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ട് അല്ലാത്ത മസാലയൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഉപ്പ് കുറവാണ്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അതന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുള്ളൂ, അധികമൊന്നും കഴിച്ചില്ല. ഡെയിലി എണ്ണക്കടി കഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകും വിചാരിച്ചു പിന്നെ ഞങ്ങൾ അധികം കഴിച്ചില്ല. കുറച്ച് നേരെ പോകുമ്പോൾ ഫുൾ ബ്ലോക്ക്, കുറേ പോലീസ് മാമ്മമാരുണ്ട്. ഓലൊക്കെ വീഡിയോ എടുത്തു, ഓലൊക്കെ മോട്ടൊക്കെ നല്ല അടിപൊളിയായി ചിരിച്ചിട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. അന്തമിട്ട് നോക്കണമൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ നമ്മൾ ഒരു രസം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. ഒരു ജീപ്പിൽ മൈൻ കൊണ്ട് ചെക്കന്മാർ, നല്ല ചെത്തി പൊളിച്ചെടുക്കുന്ന ചെക്കന്മാരാണ് ഓലിങ്ങനെ ജസ്റ്റ് പോണത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ പണ്ട്. അപ്പോൾ ഓരോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിക്കാണ്ട് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ്.